കൃഷ്ണകൃപാസാഗരം. ഗുരു കൃഷ്ണ ബലരാമന്മാർക്ക് ശേഷരായ മുനിയുടെയും താൽജംഗ രാജാവിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നു. സന്താനമില്ലാത്തതിനാൽ നപുംസകമെന്ന മുനി അപഹസിക്കപ്പെട്ടു. തപം ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം സന്താന ഭാഗ്യത്തിനുള്ള വശം നേടുന്നു. മനസ്സിൽ ലൗകിക മോഹങ്ങൾ ഉള്ളതിനാൽ ഒരു രാജാവിൻ്റെ ജീവിതവും ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുന്നു. ഒരിക്കൽ വനത്തിൽ സഞ്ചരിക്കവേ അദ്ദേഹം ദേവസുന്ദരിയായ രംഭയെ കണ്ടുമുട്ടുന്നു. ഇരുവരും പ്രണയവിവശരായി തീർന്നു. അങ്ങനെ രംഭയിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു പിറന്നു. ഭൂതലവാസിയായ കുഞ്ഞിനെ ശേഷരായനെ ഏൽപ്പിച്ച് രംഭ ദേവലോകത്തേക്ക് ഗമിച്ചു. വീരശൂര പരാക്രമിയായ രാജാവായിരുന്നു താൽജംഗൻ. സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ അദ്ദേഹവും അളവറ്റ് ദുഃഖിച്ചു. മന്ത്രിയുടെ ഉപദേശപ്രകാരം ദിവ്യനായ ഒരു യോഗിയെ കാണാൻ ഇരുവരും പുറപ്പെട്ടു. കാര്യം ഗ്രഹിച്ച യോഗി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. രാജ്യത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള താർഖണ്ഡി വനത്തിൽ വെച്ച് ശേഷരായ മുനിയുടെ പക്കൽ നിന്നും ഒരു സന്താനത്തെ ലഭിക്കുമെന്ന് യോഗി നിർദ്ദേശിച്ചു. തന്നെ വന്നു കണ്ട് ആവശ്യമുണർത്തിച്ച താൽജംഗന് ശേഷരായ മുനി സന്താനത്തെ നൽകുന്നു. എന്തോ ഗാഠമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. അതെ, ഞാനൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്ത് കാര്യം? കൃഷ്ണനെ കുറിച്ച്. കൃഷ്ണനെ കുറിച്ചോ? കൃഷ്ണനെ കുറിച്ച് എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? എന്തോ ഒന്നും വ്യക്തമാകാത്തതുപോലെ. ഇന്നത്തെ യാത്രയിൽ നാം കൃഷ്ണന്റെ മറ്റൊരു രൂപം കണ്ടു. മറ്റൊരു രൂപമോ? അതെ, അവന്റെ ഭുജങ്ങൾ നീണ്ടു വളർന്ന്, അതെ വളർന്നിരുന്നു. 4 ഭുജങ്ങൾ, 8 ഭുജങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ സ്മൃതി ചിത്രത്തിൽ പുകമൂടിയതുപോലെ. ഒന്നും വ്യക്തമാകുന്നില്ല, ഒന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അവനിൽ എന്തോ ഒരു അലൗകിക തേജസ്. ഒരു സാധാരണ മനുഷ്യക്കുട്ടിയല്ല അവനെന്ന്. എന്നാ ഭുജങ്ങൾ വളർന്ന് വലുതാവുക എന്ത് തരം സ്വപ്നം അത്? എന്തോ അറിയില്ല, ഒരു വെറും തോന്നലാവാനും മതി. ഒരു പക്ഷേ അവനൊരു ദിവ്യ തേജസ് ആവാം. ഏതോ ഒരു കാരണത്താൽ ഭൂമിയിൽ ജാതനായ ഒരു ദിവ്യ തേജസ് ആയിരിക്കാം. പുരാണങ്ങളിൽ അങ്ങനെ ധാരാളം കഥകളുണ്ട്. ദേവലോകത്തു നിന്നും ശപിക്കപ്പെട്ട ദേവന്മാർ മനുഷ്യർക്കിടയിൽ അവതരിക്കാറുണ്ടെന്നും കേൾക്കാറില്ലേ? കൃഷ്ണനും അങ്ങനെ ആവാം. ഏതെങ്കിലും ശാപം കിട്ടി. വരൂ കൃഷ്ണ, വരൂ ബലരാമ. പ്രണാമം ഗുരുദേവ. ഗുരു പകർന്നു തരുന്ന വിദ്യക്ക് പകരമായി ശിഷ്യർക്ക് തിരിച്ചു നൽകാൻ ലോകത്തൊന്നുമില്ല. അതിനാൽ ഗുരുദക്ഷിണ നൽകുക എന്ന ലോകമര്യാദ നാം പാലിക്കുന്നു. അത് ശിഷ്യരുടെ ധർമ്മമാണ്. ആ ധർമ്മം സംബന്ധിച്ച ഉപദേശം നൽകിയാലും ഗുരുദേവ. കൃഷ്ണ, നീ ചോദിച്ചത് ധർമാചാരപ്രകാരം വളരെ ശരിയാണ്. എന്നാൽ ഭക്ഷണം മോഹിച്ച് വിദ്യാദാനം ചെയ്യുന്നയാൾ ഗുരു എന്ന പദവിക്ക് അർഹനല്ല. ഒരുതരം താഴ്ന്ന കച്ചവടക്കാരനാണ് അയാൾ. എന്നാൽ ഗുരുവിന്റെ ഋണബാധ്യതയിൽ നിന്നും ശിഷ്യർക്ക് മോചിതരാകേണ്ടതുണ്ട്. അതിനാലാണ് ഗുരുദക്ഷിണ ലോകമര്യാദയായി നാം അംഗീകരിച്ചിരിക്കുന്നത്. ഞാൻ ഗുരുദക്ഷിണയായി ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യമാണ്. ആജ്ഞാപിക്കൂ ഗുരുദേവ. നിങ്ങൾ എനിക്ക് ഒരു സത്യം ചെയ്തതാണ്. എന്താണത് ഗുരുദേവ? നാം പഠിപ്പിച്ച വിദ്യകൾ മനുഷ്യ നന്മയ്ക്കായി മാത്രമേ വിനിയോഗിക്കൂ എന്ന സത്യം നിങ്ങൾ ദീക്ഷിക്കണം.
ഏതൊക്കെ ശക്തികളാണോ നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്തത്, അവയൊന്നും തന്നെ അന്യരെ ദ്രോഹിക്കാനോ അവർക്ക് ദോഷം വരുന്ന കാര്യത്തിനോ അന്യായത്തിന്റെ ജയത്തിനു വേണ്ടിയോ ഉപയോഗിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പു തരണം. അതേസമയം ദുഃഖിതർക്ക് വേണ്ടിയോ അന്യായത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയോ സമൂഹത്തിൽ നടക്കുന്ന അത്യാചാരങ്ങൾക്കെതിരായോ നിങ്ങളുടെ ശക്തി പ്രയോഗിക്കാൻ നിങ്ങൾ ഒരു കാലത്തും മടിക്കരുത്. ഈ സത്യവാങ്മൂലമാണ് നാം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഗുരുദക്ഷിണ. ഗുരുദേവ, താങ്കളുടെ ആജ്ഞകൾ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ പാലിക്കും. ഇത് സത്യം, സത്യം. ഗുരുമാതാ, ഞങ്ങൾക്കിവിടെ ഈ ആശ്രമത്തിൽ ഇത്രയും കാലം ആശ്രയം തന്നു. ജനിച്ച വീടിനെയും സ്വന്തം അമ്മയെയും മറന്നുപോകും വിധം ഞങ്ങളെ സ്നേഹവാത്സല്യങ്ങളോടെ പരിപാലിച്ചു. ഇതിനൊന്നും പകരം തരാൻ ഞങ്ങൾക്ക് കഴിയില്ല, അത് തീർച്ച. എങ്കിലും ഞങ്ങളാലാവുന്നത് ഗുരുമാതാ വിച്ഛിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ അത് നിറവേറ്റാൻ ശ്രമിക്കാം. അറിയിച്ചാലും ഗുരുമാതാ. ഇല്ല കൃഷ്ണ, വേണ്ട. പറയൂ ഗുരുമാതാ. ഇല്ല, എനിക്കൊരാഗ്രഹവും. പറയൂ ഗുരുമാതാ, മടിക്കാതെ പറയൂ. ഇല്ല കൃഷ്ണ, എന്റെ ആഗ്രഹം നിങ്ങളെ നിറവേറ്റാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത്. ഇല്ല ഗുരുമാതാ, ഞങ്ങൾ അത് സാധിച്ചു തരും. ഞങ്ങളുടെ പ്രാണൻ നൽകിയിട്ടായാലും ഞങ്ങൾ അത് സാധിച്ചു തരും. പറയൂ ഗുരുമാതാ, പറയൂ. അതാരാനും നിറവേറ്റി തരാൻ കഴിയാത്തതാണ്. വേണ്ട കൃഷ്ണ, വേണ്ട. എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ വാക്കു വിശ്വസിക്കൂ. ദയവ് ചെയ്ത് പറയൂ, എന്താണ് അവിടുത്തെ ആഗ്രഹം? കേട്ടോളൂ. ഞങ്ങൾക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നു, പുനർദത്തൻ. യുവാവായിരിക്കുമ്പോൾ മരിച്ചുപോയ ഞങ്ങളുടെ പുത്രൻ. അവനെ നിങ്ങൾ വിചാരിച്ച തിരിച്ചു തരാൻ കഴിയൂ? എനിക്കറിയാം, അതാരെ കൊണ്ട് സാധിക്കില്ല എന്ന്. പോകൂ കൃഷ്ണ, പോകൂ. എന്റെ ഋണബാധ്യതയിൽ നിന്നും നിങ്ങളെ വിമുക്തമാക്കിയിരിക്കുന്നു. പോകൂ. എങ്ങനെയാണ് പുത്രന് മൃത്യു സംഭവിച്ചത്? അവന്റെ സമുദ്രം കൊണ്ടുപോയി. സമുദ്രമോ? അതെ, ഞങ്ങൾ പ്രഭാതവന്ദനത്തിനായി സമുദ്ര സ്നാനത്തിന് പോയി. പെട്ടെന്നൊരു തിര വന്ന് പുനർദത്തനെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പുത്രവിയോഗത്താൽ തപിക്കുകയാണ്. ഞങ്ങളുടെ കുലനാശം സംഭവിച്ചിരിക്കുകയാണ്. സമുദ്രം കൊണ്ടുപോയി, ശരി. അയാൾക്ക് മൃത്യു സംഭവിച്ചു എന്ന് എങ്ങനെ പറയാം? സമുദ്രത്തിൽ പെട്ടുപോയ ആരെങ്കിലും രക്ഷപ്പെടുമോ? ഇല്ല, ഇല്ല. അങ്ങനെയല്ല, അയാൾ തിരമാലയ്ക്കടിയിൽ പെട്ടു. പക്ഷേ മൃതിയടഞ്ഞു എന്ന് എങ്ങനെ പറയാം? തിരമാലകൾക്ക് മുകളിലൂടെ അയാൾ മറ്റൊരു തീരത്ത് അണഞ്ഞിട്ടുണ്ടെങ്കിലോ? അങ്ങയുടെ പുത്രൻ മറ്റൊരു ദേശത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലോ? ഞാനൊരമ്മയാണ്. സ്വന്തം മകൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ മടിക്കുന്നൊരമ്മ. എനിക്കിനി ആശ തന്ന് എന്നെ നിരാശയാക്കല്ലേ കൃഷ്ണ. ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ പുത്രൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. നിരാശപ്പെടേണ്ട. എന്നാൽ എവിടെ? ആശ്വസിപ്പിക്കുന്നവർ എനിക്ക് ഒരുപാട് ആശ തന്നു. പക്ഷെ എന്റെ പുത്രനെ തിരിച്ചു തരാൻ ആർക്കും കഴിഞ്ഞില്ല. ഇങ്ങനെ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? ഈ ബാലന്മാർക്ക് എന്ത് ചെയ്യാനാവും?
നിന്റെ വാഗ്ദാനം പിൻവലിച്ചോളൂ കൃഷ്ണ, സാരമില്ല. ഇല്ല ഗുരുദേവ, എന്റെ വാക്ക് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അങ്ങയുടെ പുത്രൻ ഈ മൂവുലകത്തിൽ എവിടെ ജീവിച്ചിരുന്നാലും അയാളെ ഞാൻ കൊണ്ടുവന്ന് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കും. അങ്ങയുടെ പുത്രനെ തിരിച്ചു തരാതെ ഞാൻ എന്റെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഗുരുമാതാവേ, ഗുരുമാതാവേ! എന്താ സുധാമ? ഗുരുമാതാവേ, കൃഷ്ണൻ വരുന്നുണ്ട്. കൃഷ്ണൻ വരുന്നോ? അതെ ഗുരുമാതാവേ, കൃഷ്ണന്റെ കൂടെ അവിടുത്തെ പുത്രൻ പുനർദത്തനുമുണ്ട്. എന്റെ പുനർദത്തൻ വന്നിട്ടുണ്ടോ? അതെ ഗുരുമാതാ. എന്താണ് നീ പറഞ്ഞത്? പുനർദത്തൻ വരുന്നെന്നോ? അതെ ഗുരുദേവ, കൃഷ്ണന്റെയും ബലരാമന്റെയും കൂടെ അവിടുത്തെ പുത്രനും വരുന്നുണ്ട്. കൃഷ്ണൻ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. അമ്മേ, എന്റെ മകനെ, അമ്മേ, മകനെ, മകനെ പുനർദത്ത, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? എവിടെ പോയിരുന്നു? അമ്മേ, ഞാൻ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിടറി കടലിൽ വീഴുകയായിരുന്നു. പിന്നെന്തുണ്ടായി? എങ്ങനെ നീ രക്ഷപ്പെട്ടു? ഒന്നും എനിക്ക് ഓർമ്മയില്ല. കടലിൽ വീണപ്പോൾ തന്നെ എന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട്? പിന്നെ ഞാൻ എങ്ങനെ എവിടെ എത്തിയെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്നു മാത്രം അറിയാം, കണ്ണു തുറന്നാൽ നിറയെ ഇരുട്ടായിരുന്നു. എനിക്ക് ബോധം തിരിച്ചു വന്നപ്പോ ഇവരെ രണ്ടുപേരെയും കണ്ടു. ഇവർ രണ്ടുപേരും ഏതോ ഔഷധങ്ങൾ എന്നെ കുടിപ്പിക്കുകയായിരുന്നു. ഇവർ പറഞ്ഞു എന്നെ കണ്ടെത്താൻ മാതാപിതാക്കൾ ഇവരെ അയച്ചതാണെന്ന്. ഇത്രയും നാൾ നീ ഈ അമ്മയെ ഓർത്തതേയില്ല? ഗുരുമാതാവേ, ഇവൻ എങ്ങനെ ഓർക്കാൻ കഴിയും മാതാവേ? എന്തുകൊണ്ട്? ഓർമ്മശക്തി തന്നെ നഷ്ടപ്പെട്ടിരുന്നോ? അതെ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് മനസ്സിന് എന്തെങ്കിലും ആഘാതം സംഭവിച്ചാൽ മനുഷ്യന്റെ ഓർമ്മ തന്നെ നഷ്ടപ്പെടും. ഇവന്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. സമുദ്രത്തിൽ കാലിടറി നിലം പതിച്ചതിന്റെ ആഘാതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കല്ലിൽ തട്ടിയതിനാലോ ഇവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതാവാം. പക്ഷെ നിങ്ങൾക്ക് ഇവനെ എങ്ങനെ ലഭിച്ചു? ഞാൻ പറഞ്ഞില്ലേ, ഇവൻ മരിച്ചിട്ടുണ്ടാവില്ല എന്ന്. മറ്റേതെങ്കിലും തീരത്ത് ചെന്ന് പെട്ടിട്ടുണ്ടാവുമെന്ന്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും സമുദ്രത്തിന്റെ തീരങ്ങളിൽ എല്ലാ നഗരങ്ങളിലും സൂക്ഷ്മമായി തിരഞ്ഞു. ഒടുവിൽ അതിലൊരു തീരത്തെ നഗരത്തിൽ നിന്നും ഞങ്ങൾ ഇവനെ കണ്ടെത്തി.
കറുത്ത ഒരാളുടെ കൂടെയായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സംശയം തോന്നി. അയാൾ കറുത്തിട്ടും ഇവൻ വെളുത്തിട്ടും. ഈ ബാലകൻ നിങ്ങളുടെ ആരാണെന്ന് തിരക്കിയപ്പോൾ അയാളും പറഞ്ഞു തന്റെ ആരുമല്ലെന്ന്. ഓർമ്മകൾ നശിച്ച ഇവന് യാതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വൈദ്യശ്രേഷ്ഠനെ കൊണ്ട് ഇവനെ ചികിത്സിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഔഷധം കൊണ്ട് പതുക്കെ പതുക്കെ ഇവൻ ഓർമ്മകൾ തിരിച്ചു കിട്ടി. ഓർമ്മശക്തി തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം ഇവൻ അവിടുത്തെ പേരാണ് പറഞ്ഞത്. അതോടെ ഞങ്ങളുടെ സന്ദേഹവും മാറി. ഇവൻ അവിടുത്തെ പുത്രനാണെന്ന് നിശ്ചയമായി. കൃഷ്ണ, വത്സ, എനിക്കറിയില്ല നീ ഇപ്പൊ ചെയ്ത ഈ വലിയ സഹായത്തിന് പ്രത്യുപകാരം എത്ര ജന്മം കൊണ്ട് ചെയ്യാനാവുമെന്ന്. നീ എനിക്കൊരു പുതിയ ജന്മം തന്നെ തന്നിരിക്കുകയാണ്. ഇതിന് പകരമായി ഒരു ബ്രഹ്മശ്രീയുടെ ആശീർവാദവും അനുഗ്രഹവും അല്ലാതെ വേറെ എന്ത് നൽകാനാ? ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ഈ ലോകത്ത് എന്നുവരെ നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നു അതുവരയ്ക്കും നിങ്ങൾ തമ്മിൽ ഇതുപോലൊരു വേർപാട് ഉണ്ടാകാതിരിക്കട്ടെ. ഇതല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും ആശീർവാദം തരൂ ഗുരുമാതാവേ. ഈ ആശീർവാദം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. എന്തുകൊണ്ട്? നിന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്, പക്ഷെ ഒന്നല്ല, എന്റെ 2 മാതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. എന്ത്, 2 അമ്മമാരോ? അതേ ഗുരുമാതാവേ. ഒരമ്മ എനിക്ക് ജന്മം നൽകി. 2ാമത്തെ അമ്മയാണ് എന്നെ പോറ്റി വളർത്തിയത്. എനിക്ക് 2 പേരും തുല്യരാണ്. അതിനാൽ ഞാൻ ഒരമ്മയുടെ കൂടെ കഴിയുമ്പോൾ മറ്റേ അമ്മയെ വേർപിരിയേണ്ടി വരും. 2ാമത്തെ അമ്മയുടെ കൂടെയാവുമ്പോൾ ആദ്യത്തെ അമ്മയെയും. അതിനാലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ എന്തെങ്കിലും ആശീർവാദം തരൂ എന്ന്. ശരി, ജീവിതത്തിൽ ഇതേവരെ ഏകാഗ്രതയോടും അനന്യഭാവത്തോടെയും ഞാൻ എൻ്റെ പതിയെ സേവിച്ചിട്ടുണ്ട്. ആയതിൻ്റെ എല്ലാ സത്ഫലങ്ങളും ഞാൻ നിന്നിൽ ചൊരിയുന്നു. ഞാൻ വീണ്ടും ആശീർവദിക്കുന്നു. എങ്ങനെയാണോ നീ എൻ്റെ ദുഃഖമില്ലാതാക്കിയത്, ആയതുപോലെ എല്ലാ ലോകത്തിലെയും എല്ലാ ദുഃഖിതരുടെയും സങ്കടമില്ലാതാക്കാനുള്ള ശക്തി ഭഗവാൻ നിനക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഈ ലോകം മുഴുവനും നിന്നെ പൂജിക്കുമാറാകട്ടെ, നിന്നെ വാഴ്ത്തി സ്തുതിക്കുമാറാകട്ടെ. ഏതൊരു ശിഷ്യനും ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഗുരുദക്ഷിണ നൽകുന്നു. കേവലം ഗുരുദക്ഷിണ കൊണ്ട് തീരുന്നതല്ല ഗുരുശിഷ്യ ബന്ധം. കാരണം ഗുരു പകർന്നു നൽകുന്ന വിദ്യയ്ക്ക് സമാനമായി നൽകാൻ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെയില്ല. താൻ സ്വായത്തമാക്കിയ വിദ്യയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാത്തവർ ഇതൾ വിടർത്തിയാലും നറുമണം പരത്താത്ത പുഷ്പത്തിന് തുല്യമാണ് എന്ന മഹത്വചനം ഇവിടെ വ്യക്തമാകുന്നു. പുത്രവിയോഗത്താൽ ദുഃഖിച്ചിരിക്കുന്ന മുനി ദമ്പതിമാരുടെ നഷ്ടപ്പെട്ട പുത്രനെ വീണ്ടെടുത്ത് നൽകിയാണ് ഭഗവാൻ തൻ്റെ മഹത്തായ ആ കർമ്മം നിറവേറ്റിയത്. ഗുരുത്വം എന്ന മഹനീയ പ്രതിഭാസത്തെ ഭഗവാൻ ഇവിടെ കൂടുതൽ അർത്ഥവത്താക്കുന്നു.